അപ്പോൾ ഇന്ന് മക്കളെ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് റേ ഓപ്റ്റിക്സ് ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ റേ ഓപ്റ്റിക്സിലെ പ്രോബ്ലംസ് ഞാൻ ഇതിനെ കുറച്ച് ചെറിയൊരു ടോപ്പിക് എടുത്തതിന് ശേഷം വിൽ കണ്ടിന്യൂ വിത്ത് ദ പ്രോബ്ലംസ്. ഓക്കെ, ഈ ചെറിയ ടോപ്പിക്ക് കുറച്ച് നമ്മൾ റേ ഓപ്റ്റിക്സ് എന്നാണ് പറഞ്ഞത്, വേവ് ഓപ്റ്റിക്സ് കേട്ടോ, സോറി. ഈ ഒരു വീഡിയോയുടെ നമ്മൾ വേവ് ഓപ്റ്റിക്സ് ഫുള്ള് ഫിനിഷ് ചെയ്യണം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ വേവ് ഓപ്റ്റിക്സ് അത്ര ന്യൂമറിക്കൽസ് ഇല്ല, മാക്സിമം ന്യൂമറിക്കൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടല്ലോ. അപ്പോൾ പിന്നെ എക്സ്ട്രാ വർക്ക്സൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ചെയ്യണം. യു ഹാവ് ടു ഡു സം വർക്ക് ഫ്രം യുവർ സൈഡ്. ഓക്കെ, അപ്പോൾ വലിയ ഹിമഖണ്ഡമായിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് കേട്ടോ കഴിഞ്ഞു പോയത്, വിച്ച് ക്യാരീസ് എ ലോട്ട് ഓഫ് മാർക്സ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് യുവർ CBSE ബോർഡ് ആസ് വെൽ ആസ് നീറ്റ്. സോറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അതാണ് റിസോൾവിങ് പവർ. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞല്ലോ റേ ഓപ്റ്റിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് ഈ സെക്ഷനിൽ വിൽ ഡീൽ വിത്ത് റിസോൾവിങ് പവർ ഇൻ ഡീറ്റെയിൽ മാക്സിമം. റൈറ്റ്, എന്തായിരുന്നു റിസോൾവിങ് പവർ എന്ന് പറഞ്ഞത്? ഇപ്പോൾ ടെലസ്കോപ്പിലാണെന്ന് വിചാരിച്ചാൽ, സോറി, ടെലസ്കോപ്പിൽ എത്ര ലെൻസ് ഉണ്ട്? 2 ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട് അല്ലേ. ഈ ഒബ്ജക്റ്റീവ് ഇത് ഐ പീസ്. ഈ ഒബ്ജക്റ്റിൻ്റെ പണി എന്താ? അതിന് ഇപ്പോൾ വലിയ ദൂരെ നിന്ന് സ്റ്റാർസിൽ നിന്ന് ഇപ്പോൾ ലൈറ്റ് വരികയാണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് അതിൻ്റെ ഫോക്കസിൽ ഇറ്റ് ഫോംസ് എ ഇമേജ്, റൈറ്റ് അല്ലേ. ഈ ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, ചെറുതായിരിക്കും അല്ലേ. സ്റ്റാറിൽ നിന്നൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും അല്ലേ, റൈറ്റ്. അപ്പോൾ ഈ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ. ഇതിനെ മാഗ്നിഫൈ ചെയ്യാമെന്ന് മാത്രമാണ് നമ്മുടെ ഐ പീസ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. വാട്ട് ഡസ് ദ ഐ പീസ് ഡു? ഐ പീസ് ജസ്റ്റ് മാഗ്നിഫൈസ് ഇറ്റ്. ക്ലിയർ ആവണ്ട? സോറി, എന്താണോ റൈറ്റ്. അപ്പോൾ ഐ പീസിൻ്റെ കാര്യമല്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. വി ഹാവ് ടു ഡീൽ വിത്ത് വാട്ട് ഒബ്ജക്റ്റീവ്. അതാണ് കൂടുതൽ പണിയെടുക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോസിങ് ദ ഇമേജ്. ഐ പീസ് ജസ്റ്റ് മാഗ്നിഫൈസ് ദ എക്സിസ്റ്റിംഗ് ഇമേജ്. ക്ലിയർ? അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ പർപ്പസ് എന്താ? അതിൻ്റെ പർപ്പസാണ് എന്ത്? 2 സ്റ്റാർസിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ഇത് 2 സ്റ്റാർസാണ്, ഡിഫറെൻറ്റ് സ്റ്റാർസിൽ നിന്നാണ് ലൈറ്റ് റേ വരുന്നത് എന്ന് ആരെ മനസ്സിലാക്കണം? അവർ objective lens has to understand. Clear on that, right? So I can say the objective lens purpose is to resolve 2 different stars. 2 different, ഞാൻ സ്റ്റാറിന് എക്സാമ്പിൾ എടുത്താണ് കേട്ടോ, റൈറ്റ്. 2 സ്റ്റാറുകളെ റിസോൾവ് ചെയ്ത് 2ആയി വേർതിരിച്ച് കാണണം അല്ലെങ്കിൽ കാണിച്ച് തരേണ്ട വസ്തുവാണ് ഒബ്ജക്റ്റീവ് ലെൻസ്, റൈറ്റ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇൻഫിനിറ്റിയിൽ നിന്നാണ് ലൈറ്റ് റേ അല്ലെങ്കിൽ സ്റ്റാർസിൽ നിന്ന് ലൈറ്റ് റേ വരുന്നു. അതിൻ്റെ മുഴുവൻ അല്ലേ, ഇതിൻ്റെ അപ്പർച്ചർ അല്ലേ, സൈസ് അതിനനുസരിച്ച് വലുതായിരിക്കണം. സോ ദാറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ റേസ് ഓർ മാക്സിമം റേസ് പാസ് ത്രൂ ഇറ്റ്, റൈറ്റ്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്താ? ഈ റേസ് വരും, ഫോക്കസിൽ വന്ന് ഒരൊറ്റ പോയിൻ്റായിട്ട് മീറ്റ് ചെയ്യും, അവിടെ എന്ത് ചെയ്യും? ഇമേജ് ഫോം ചെയ്യും. പക്ഷേ ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ടിങ് ആസ് ആൻ വാട്ട് യു നോൺ ആസ് അപ്പർച്ചർ അല്ല, ഒരു സ്ലിറ്റ് മാതിരിയല്ലേ ഇത്. സ്ലിറ്റ് മാതിരി ആകുമ്പോൾ എഡ്ജിലെത്തുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? അതൊന്ന് ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ പോയിൻ്റായിട്ടാണ് ഉണ്ടാവുക? അല്ല. എനിക്ക് പാറ്റേൺ വരയ്ക്കുകയാണെങ്കിൽ ഒരു സാധാരണ ലെൻസായിട്ട് നിങ്ങൾ ആലോചിച്ചോ, സാധാരണ ഒബ്ജക്റ്റീവ് ഓടിരിക്കട്ടെ, സാധാരണ ലെൻസായി ഒന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഇങ്ങനെ റേസ് പാരലായി വന്നിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുക ഇതിങ്ങനെ മീറ്റ് ചെയ്തിട്ട് ഒരൊറ്റ പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എന്താണ്, ഈ ലെൻസിന് നമ്മൾ എന്തായിട്ട് കാണണം? ഒരു സ്ലിറ്റായി കാണുകയാണെങ്കിൽ ദൂരെ നിന്നിട്ട് ലൈറ്റ് റേസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുത്തുമാരിയല്ല ഉണ്ടാവുക. ദർ കംസ് വാട്ട് ഈസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. സെൻറ്ററിൽ ബ്രൈറ്റ്, പിന്നെ ഡാർക്ക്. എഴുതാൻ ഉദ്ദേശിച്ചത് ഡാർക്കാണ് കേട്ടോ, റൈറ്റ്. പിന്നെ ബ്രൈറ്റ്, പിന്നെയും ഡാർക്ക്. വലുതായില്ലേ അല്ലേ. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചെറുതായിട്ട് കാണാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ടെലസ്കോപ്പിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആവണ്ട, റൈറ്റ്. റൈറ്റ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സ്പോട്ട് ദർ ഈസ് വാട്ട് ഈസ് നോൺ ആസ് സ്പ്രെഡിങ്.
സ്പ്രെഡ് ചെയ്തിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇങ്ങനെയാണ് ശരിക്കും പാറ്റേൺ ഉണ്ടാവണം. അപ്പോൾ സ്പ്രെഡിങ് ആണെങ്കിൽ എനിക്കെന്താ സ്പ്രെഡിങ് ആണെങ്കിൽ കറക്റ്റ് ശരിക്കും നല്ല രൂപത്തിലുള്ള ഇമേജ് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഔഷുടാതമ്മേ right, that's where your term called limit of resolution comes up. Right, limit of resolution. Right, limit of resolution കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി റേ ഓപ്റ്റിക്സിൽ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഡി തീറ്റ. എന്താണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ ഡെഫിനേഷൻ? ആംഗിൾ സബ്ടെൻഡഡ് ബൈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഓൺ ദ ഒബ്ജക്റ്റീവ്. ആംഗിൾ സബ്ടെൻഡഡ് ബൈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഓൺ ദ ഒബ്ജക്റ്റീവ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, ഇത് അങ്ങനെ തന്നെ മകപ്പ് ചെയ്യാത്ത ഡെഫിനേഷൻ. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് വളരെ ദൂരെയാണെന്ന് വിചാരിക്കട്ടോ. ആ ദൂരം ഉള്ള ഒബ്ജക്റ്റ് സബ്ടെൻഡ് ചെയ്യാൻ പോണ ആംഗിൾ തീറ്റ. റൈറ്റ്, അതും ചെറുതായിരിക്കുമല്ലോ. ആണ്. എനിക്ക് വേറൊരു ഒബ്ജക്റ്റ് ഇട്ടാ അത് ഇവിടെ അടുത്താന്ന് വിചാരിക്കുക. അത് എത്രയായിരിക്കും? കുറച്ച് വലിയ ആംഗിൾ എടുക്കുക, ആൽഫ എന്ന് വിചാരിക്കുക. ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ. കോമൺ സെൻസ്. അപ്പം ഞാൻ പറയുകയാണേ, എനിക്ക് ആൽഫ ആംഗിൾ വരെയുള്ള സാധനങ്ങളെ കാണാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ഐ ക്യാൻ സീ ദ ഒബ്ജക്ട്സ് വിത്തിൻ ദ ആംഗിൾ ഓഫ് ആൽഫ. റൈറ്റ്, അതിൻ്റെ അർത്ഥം എനിക്ക് അടുത്തുള്ള വസ്തുക്കളെ മാത്രം കാണാൻ പറ്റുള്ളൂ. ഐ കനോട്ട് സീ ലാർജർ ഡിസ്റ്റൻസസ്. ക്ലിയർ ആവണ്ടാ? റൈറ്റ്, മനസ്സിലാവണ്ട? അല്ലെങ്കിൽ എനിത്തിങ് എബവ് ദിസ് ആൽഫ ആംഗിൾ സബ്സ്റ്റൻഷൻ ഐ കനോട്ട് ബി ഏബിൾ ടു സീ. എന്നാൽ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ അഭിപ്രായം വരെയുള്ളത് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നോക്കി, ഇവിടം വരെ കാണാൻ പറ്റും. ഇവിടെയോ ഇവിടം വരെ കാണാൻ പറ്റുള്ളൂ. ആർക്ക്? ഒബ്ജക്റ്റീവ് ലെൻസ് കൂടെ. അപ്പോൾ ഐ വിൽ സേ, നോക്കി, ആരാണ് വലുത്? ആൽഫ വലുത്. ആൽഫ വലുത്. റൈറ്റ്, ദാറ്റ് ഈസ് ഐ ക്യാൻ സേ ഈ ആൽഫേനെയാണ് കേട്ടോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയണത്. റൈറ്റ്, ദിസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഫോർ ദിസ് ടെലസ്കോപ്പ് ഈസ് ഓൺലി ആൽഫ. അതിനെന്തുകൊണ്ടാണ് ഇവിടം വരെ കാണാൻ പറ്റുള്ളൂ. Now the angle subtended by the distant object on this telescope is theta and alpha is greater than theta. ആൽഫ വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ, ദൂരമുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. അപ്പം ദൂരമുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഐ കനോട്ട് ഗെറ്റ് എ ഡീറ്റെയിൽഡ് ഇമേജ് ബിയോണ്ട് ഇറ്റ്, ഓർ ഐ ക്യാൻ സേ ദ റിസോൾവിങ് പവർ ഈസ് ലെസ്. ക്ലിയർ ആവണ്ട? റൈറ്റ്, ഇനി അതേമാതിരി തീറ്റ ചെറുതാണല്ലോ. റൈറ്റ്, that means I can see further a large subject, object. That means the resolving power is high. Clear ആവണ്ട? റൈറ്റ്, നിങ്ങൾക്ക് 0.2 റേഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൈറ്റ്, സോ റിസോൾവിങ് പവർ യു ഗോട്ട് an idea is inversely proportional to the theta, where the theta is what? Limit of resolution. ഇനി ഈ ഡി തീറ്റ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി. ലാംഡ ഇസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആൻഡ് ഡി ഇസ് ദ അല്ലേ സൈസ്, സ്ലിറ്റിൽ കൂടുള്ള സൈസ്. റൈറ്റ്, സ്ലിറ്റ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഡി എന്ന് പറയുന്നത് ആണ് നമ്മുടെ സ്ലിറ്റില്ലല്ലോ, അതിന് പകരം നമ്മൾ എന്താ ആലോചിക്കുക? ദാറ്റ് ഈസ് ദ ഡയാമീറ്റർ ഓഫ് യുവർ വാട്ട് അപ്പർച്ചർ, ഓർ ഐ ക്യാൻ സേ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത് പ്രൊപ്പോർഷനിലൊക്കെയാണ് കേട്ടോ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത്. അതായത് മിനിമം ആംഗിൾ ഫോർ പ്രോപ്പർ റെസൊല്യൂഷൻ is d theta is equal to 1.22 lambda by d. Right, minimum limit of resolution, right, for a telescope is equal to 1.22 lambda by d. ക്ലിയർ ആവണ്ട? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിസോൾവിങ് പവർ ഉണ്ടാവുക? ഇതിൻ്റെ തല തിരിച്ചിട്ട് റിസോൾവിങ് പവർ ഇസ് ഈക്വൽ ടു d divided by 1.22 lambda in the case of telescope. കിട്ടിയ. ഇനി അതേമാതിരി ഒരു ഫിഗറൊക്കെ നമ്മൾ വരച്ചില്ലേ, ഇതിങ്ങനെ ഒരു ഫിഗറാണ് ശരിക്കും ഉണ്ടാവുകയെന്ന്. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ സൈസില്ലേ, ദാറ്റ് ഈസ് ദി സെൻട്രൽ മാക്സിമ. അത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത് റേഡിയസ് ഓഫ് ദി സെൻട്രൽ മാക്സിമ ഈസ് ഈക്വൽ ടു 0.61 ലാംഡ എഫ് ഡിവൈഡഡ് ബൈ എ. എ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഇപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ നീളം 2a ആണെങ്കിൽ നടുക്ക് വരാൻ പോണ സെൻട്രൽ മാക്സിമേൻ്റെ diameter was found to be, right, or a diameter അല്ല ശരിക്കും ഇത് റേഡിയസ് ആണ്. റേഡിയസ് was found to be 0.61 lambda f by a. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ.
റൈറ്റ്. അപ്പോൾ നമ്മൾ ടെലിസ്കോപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഒബ്വിയസ്ലി നെക്സ്റ്റ് ടോപ്പിക് എന്തായിരിക്കും? ദാറ്റ് ഈസ് അവർ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് രണ്ട് ക്ലോസറായ ഒബ്ജക്റ്റിനെ എനിക്ക് നന്നായി കാണാൻ കഴിയാം. റൈറ്റ്. സപ്പോസ് രണ്ട് പോയിൻ്റ് ഇതാണെന്ന് വിചാരിക്കട്ടെ. റൈറ്റ്. ലെറ്റ്സ് സേ ദാറ്റ് 2 points ആർ d ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. റൈറ്റ്. ഇതിൽ നിന്ന് ലൈറ്റ് എനിക്ക് അഗെയിൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലേക്കാണ് വീഴുന്നത്. ലെറ്റ്സ് സേ ഇതെൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. റൈറ്റ്. ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഇസ് ബീറ്റ. റൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഡെഫിനേഷനൊന്നും പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. റൈറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷനുള്ള minimum distance between the two distances or the points which you want to see through a microscope should be d is equal to 1.22 lambda. നേരത്തെ പറയുന്നത് പക്ഷെ താഴെ ഒരു 2 sin beta ഉണ്ട്. Right. The minimum distances that should be there between the 2 points which so that you can see this objects distinctively as separate. രണ്ടെണ്ണവും നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റേണ്ട ഡിസ്റ്റൻസിലായിരുന്നു നിൽക്കേണ്ടത് അല്ലേ? അത്രയും ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ഈ കാണുന്നത്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. കണ്ട, ഈ ആംഗിൾ ബീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ ബീറ്റ ആയിരിക്കില്ലേ? സോറി, ഈ ആംഗിൾ ബീറ്റ അല്ല, അത് ഈ ആംഗിൾ 2 ബീറ്റ ആയിരിക്കും. റൈറ്റ്. സോ ദിസ് ആംഗിൾ വിൽ ബി 2 ബീറ്റ. സോ ഇഫ് യു ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ബീറ്റ ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഫിഗർ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് വരാൻ തുടങ്ങി അല്ലേ? ഏറ്റവും നമുക്ക് നന്നായി നല്ല മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താടോ, ഈ സാധനം ഏറ്റവും അടുത്താന്നിരിക്കുക ഇത് രണ്ട് ഒബ്ജക്റ്റും അതുപോലും മെഷർ ചെയ്യാൻ പറ്റണം അല്ലേ? ദാറ്റ് മീൻസ് ഐ ക്യാൻ സേ ഇഫ് ഡി മിനിമം, ദിസ് ഡി is minimum and I can see that, then I can say that microscope is having higher resolving power. അപ്പോൾ ഡി ചെറുതാവണം. അപ്പോൾ ഡി ചെറുതാവണമെങ്കിൽ എന്താവണം? സൈൻ ബീറ്റ വലുതാവണം, അല്ലെങ്കിൽ ബീറ്റ വലുതാവണം. റൈറ്റ്. ബീറ്റ വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താടോ? ഇപ്പോൾ ഈ പോയിൻറ്റിന് പകരം ഇവിടെയാണ് അല്ലേ? അതായത് ഫോക്കൽ പോയിന്റിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലേ? നമ്മൾ ഫോക്കസാണ് ശരിക്കും അല്ലേ? റൈറ്റ്. സോ വെൻ യു ചേഞ്ച് ദ ഫോക്കസ് ടു ഹിയർ, അപ്പോൾ ബീറ്റ വലുതാവും അല്ലേ? അങ്ങനെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടി വരിക? നമ്മൾ ഈ എൻ്റയർ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം? വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ വെക്കണം, വിച്ച് ഈസ് ഹാവിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1. റൈറ്റ്. അങ്ങനെ ചെയ്താൽ മാത്രം ശ്രദ്ധിക്കുക, മനസ്സിലാവേണ്ട നിങ്ങൾക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഈ വാല്യൂ ചെറുതാവണം. എനിക്ക് ചെറിയ ഡിസ്റ്റൻസസ് പോലും രണ്ടായി വേർതിരിച്ച് കാണണം. അതാണോ മൈക്രോസ്കോപ്പിൻ്റെ പണി? റൈറ്റ്. സോ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദിസ് വാല്യൂ ഹാസ് ബീൻ എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ആസ് ഡി മിനിമം ഈസ് ഈക്വൽ ടു 1.22 lambda by 2 sin beta. Right. Distance between these 2 points. Right. This is a focus. Right. ഈ ഫോക്കസിനെ ഞാൻ ഇങ്ങനെ നീക്കി ഫോക്കസും ലെൻസും തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ. ഇപ്പോൾ സാധാരണഗതിയിൽ ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുക, കോൺസെപ്റ്റ്. റൈറ്റ്. ഈ ഫോക്കസ് ഞാൻ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ എനിക്ക് ബീറ്റ ഇൻക്രീസ് ചെയ്യാം അല്ലേ? ബീറ്റ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ബീറ്റ ഇൻക്രീസ് ചെയ്യും. സൈൻ ബീറ്റ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി റെഡ്യൂസ് ചെയ്യും. ഡി റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താ കാര്യം? എനിക്ക് ചെറിയ ഡിസ്റ്റൻസ് വരെ കാണാം. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയ ഒരു ഫോക്കസ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റൂ, ലെൻസ് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ലെൻസിനെ മുഴുവൻ ഞാൻ വേറൊരു മീഡിയത്തിൽ വെക്കണം. റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ സാധാരണഗതിയിൽ റൈറ്റ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ലിക്വിഡ് ചേംബർ വിച്ച് ഈസ് ഹാവിങ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ സൈൻ. ഒരു എൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വെക്കും, വിച്ച് ഈസ് ഹാവിങ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ 1. ക്ലിയർ ആവണ്ട? റൈറ്റ്. അപ്പോൾ പുതിയ ഡി മിനിമം എന്താവും? 1.22 lambda divided by 2 mu sin beta. റൈറ്റ്. അല്ലെങ്കിൽ 1/d മിനിമം ആണെന്ത്? റിസോൾവിങ് പവർ ആവുക അല്ലേ? റൈറ്റ്. റിസോൾവിങ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഇസ് ഈക്വൽ ടു 2n sin beta divided by 1.22 lambda. ക്ലിയർ ആവണ്ട? റൈറ്റ്. നെക്സ്റ്റ്, ലിമിറ്റ് ഓഫ് റേ ഓപ്റ്റിക്സ്. റൈറ്റ്. അതായത് റേ ഓപ്റ്റിക്സ് എവിടെ വരെ അളക്കാൻ പറ്റുമെന്ന്. റൈറ്റ്. അതായത് നമുക്ക് ഇങ്ങനൊരു സ്ലിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ കേട്ടോ. റൈറ്റ്. ഇത് നെക്സ്റ്റ് ടോപ്പിക്കായേ ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ ഡിസ്റ്റൻസ് ഡി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വിഡ്ത്ത്, സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് ഓർമ്മ ഉണ്ടാ? സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് എന്താ? 2 lambda a/d എന്ന് അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? റൈറ്റ്. അപ്പോൾ ഞാൻ സ്പ്രെഡിങ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഏത് സ്പ്രെഡിങ്? ഇവിടെ സ്ക്രീനിൽ സ്പ്രെഡിങ്, ഇവിടെ രണ്ടുപേരുടെ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി. ഞാനൊരു പേപ്പർ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നിരിക്കുക.
റൈറ്റ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒപ്പത്തിനല്ല കുറച്ച് വലുതുണ്ടാവും, എന്നാൽ ഈക്വലൻ്റ് ആയിട്ട് എനിക്ക് ഈ സ്ലിറ്റിന് അതേ വീതി, ഇതിപ്പോൾ സ്ലിറ്റ് ഇങ്ങനെ സർക്കുലർ ആണെങ്കിൽ ഈ സ്ലിറ്റ് ഇവിടെ എനിക്ക് സർക്കുലർ ഏതാണ്ട് അതേ സൈസിൽ കാണില്ലേ. നിങ്ങളൊരു ടോർച്ച് എടുക്കുക, എൻ്റെ മോൻ കരയണ ശബ്ദം കേൾക്കണം. ഈ ടോർച്ചിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് തൊട്ടടുത്തൊരു പേപ്പർ കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വട്ടം കാണില്ലേ, റൈറ്റ്. സോ ദർ ഇസ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. പക്ഷേ ഈ പേപ്പർ ഞാൻ നീക്കി എത്രത്തോളം നീക്കി വരുന്ന ഈ വട്ടത്തിൻ്റെ വലിപ്പം കൂടി വരും. ഇവിടെ നല്ല ഡാർക്ക് ബ്രൈറ്റ് ആയിരിക്കും, പിന്നൊക്കെ വിസിബിലിറ്റി അല്ലെങ്കിൽ സ്പ്രെഡിങ് കുറവായിരിക്കും അല്ലേ, സ്പ്രെഡിങ് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ദർ ഇസ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, റൈറ്റ്, വേർ റേ ഓപ്റ്റിക്സ് ഇസ് ഹാപ്പനിങ്. ക്ലിയർ ആവണ്ട? അല്ലേ ഈ അപ്പർച്ചറിൻ്റെ സൈസിൽ തന്നെ നമുക്ക് സ്പ്രെഡിങ് ഇല്ലാതെ ഒരു സ്പോട്ട് തന്നെ കിട്ടുന്നു അല്ലേ. സ്പോട്ട് കിട്ടുന്നതല്ലേ നമ്മുടെ എന്താണ് ഓർമ്മ ലെൻസൊക്കെ ചൂസ് ചെയ്തിട്ട്, റൈറ്റ്, യു ഗെറ്റ് എ സ്പോട്ട്, റൈറ്റ്. അപ്പോൾ സ്പോട്ട് കിട്ടുന്നത് ഒരു പോയിന്റിൽ അല്ലേ, അത് ഒരു ഡിസ്റ്റൻസ് വരെ നടക്കുന്നുള്ളൂ, റൈറ്റ്. അതിന് ശേഷം മുഴുവൻ വേവ് ഓപ്റ്റിക്സ് ആർ സ്പ്രെഡിങ്. ദാറ്റ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ജസ്റ്റ് ഈസ് നോൺ ആസ് ഫ്രണൽ ഡിസ്റ്റൻസ്. എന്താണ് ഫ്രണൽ ഡിസ്റ്റൻസ്, റൈറ്റ്. ആ ഡിസ്റ്റൻസിൽ താഴെ മുഴുവൻ എന്തായിരിക്കും റേ ഓപ്റ്റിക്സും, മുകളിലേക്ക് മുഴുവൻ എന്തായിരിക്കും വേവ് ഓപ്റ്റിക്സും ആണ്. ക്ലിയർ? ആ ഫ്രണൽ ഡിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ZF = d² ആണ്. ഒരു d is the what distance between the slit and lambda is the wavelength. ക്ലിയർ ആവണ്ട? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ലിറ്റിൻ്റെ അപ്പർച്ചർ സൈസ് ആണ് കേട്ടോ, d എന്ന് ഇതിനെ. ക്ലിയർ ആവണ്ട? റൈറ്റ്, ക്ലിയർ. സോ മിനിമം ഡിസ്റ്റൻസ്, right, if you are calculating or if you are leading with the distance from the aperture, right, ഇതാണ് അപ്പർച്ചർ. ആ അപ്പർച്ചറിൻ്റെ തൊട്ട് ഞാൻ അളക്കുന്ന ഡിസ്റ്റൻസ് ZF വരെ ഉള്ളെങ്കിൽ ഇവിടെ മുഴുവൻ റേ ഓപ്റ്റിക്സും, ഈ ZF ഡിസ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷം വേവ് ഓപ്റ്റിക്സുമാണ് വരിക. ക്ലിയർ ആയ? അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. റൈറ്റ്, ഒന്ന് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാം. Alright, two identical light waves propagating in the same direction has a phase difference delta. After they superimpose, the intensity of the resulting wave will be proportional to. രണ്ട് ഐഡൻറ്റിക്കൽ വേവ്സ് ഉണ്ട്, പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെയിം ഡിറക്ഷൻ, ഹാവ് സെയിം ഫേസ് ഡിഫറൻസ് ഡെൽറ്റ. അതായത് തീറ്റയ്ക്ക് പേര് ഞാനിവിടെ ഡെൽറ്റ എന്ന് എഴുതാം. ആഫ്റ്റർ ദി സൂപ്പർ ഇമ്പോസ്, അതായത് അവർ ഇൻ്റർഫറൻസ് ചെയ്തിട്ട് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടിംഗ് വേവ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇൻറ്റൻസിറ്റീൻ്റെ കേസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആംപ്ലിറ്റ്യൂഡ് നോക്കിയാലോ. A² = A1² + A2² + 2A1 A2. ഇവിടെ കോസ് ഡെൽറ്റ എന്ന് എഴുതണം, അതല്ലേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ പറയണത് രണ്ടും എല്ലാ വേവ്സിനും എന്താ, ടു ഐഡൻറ്റിക്കൽ വേവ്സ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. So this and all are same, right? So I can write A² = 2A² + 2A² cos delta. ഇത് വേറെ കേട്ടോ, ഈ എ കട്ട് ചെയ്യില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിന് 1 എന്ന് എഴുതാൻ പറ്റില്ലല്ലോ, R എന്ന് എഴുതാം. AR എന്നല്ല നിങ്ങൾക്ക് എടുത്ത് തന്നാൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് 2A² കോമൺ ആയിട്ട് എടുത്ത് 2A² 1 + cos delta അല്ലേ. ഈ 1 + cos ഡെൽറ്റേനെ എന്ത് എഴുതാമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? 2A², റൈറ്റ്, cos² delta/2. 1/2 ഉണ്ട് അല്ലേ. ഈ 1/2 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ, റൈറ്റ്. സോ AR² = A² cos² delta/2 അല്ലേ, ആണ്. ഇപ്പോൾ നമുക്കറിയാം ഈ IR² പകരം എനിക്ക് എന്ത് എഴുതാം, I resultant square, ഇൻറ്റൻസിറ്റി സ്ക്വയർഡ് ഇല്ല, ഇൻറ്റൻസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു A² പകരം എന്ത് എഴുതാം, I, റൈറ്റ്, cos² delta/2 അല്ലേ. നിങ്ങളോട് പ്രൊപ്പോർഷണൽ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ I resultant is proportional to cos² delta/2. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ സെയിം തീറ്റ തന്നെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിനി എങ്ങനെ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇമ്പോർട്ടിങ് ഫയൽസ് വരും, പക്ഷേ നെക്സ്റ്റ് ഇങ്ങനെ എല്ലാം ഇമ്പോർട്ട് ചെയ്യാതിരിക്കും നല്ലല്ലേ. ഇങ്ങനെ ഒന്നും ആദ്യത്തെ ഇതിലുണ്ടായിരുന്നില്ല. ഇത് ഞാൻ വേറെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്തപ്പോൾ എന്താണാവോ, അയ്യോ
തെറ്റിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അന്നേരം പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻസ് വേണം ചെയ്യാം. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ആണ് കേട്ടോ ചോദിച്ചിരിക്കണേ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യങ്സ്, അപ്പോൾ ഞാൻ കാര്യം ചെയ്തു വലുതാക്കിയിട്ട് കൊടുക്കുക. Young's double slit experiment is first performed in air and then in a medium other than air. Right? If it is found that 8th bright fringe in the medium lies where 5th dark fringe lies there, the refractive index of the medium is nearly. മനസ്സിലായ? ആദ്യം അതിൻ്റെ എയറിലായിരുന്നു ഏത് സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അപ്പോൾ അവിടെ 8th ബ്രൈറ്റ് ഫ്രിഞ്ചാണ് ഫോം ചെയ്തത്. അവിടെ ഇപ്പോൾ ഈ സാധനത്തിൻ്റെ സ്ലിറ്റിനെ അടക്കം മൊത്തം ഒരു മീഡിയത്തിൽ ഇറക്കി വെച്ചപ്പോൾ ആ 8th സ്ഥലത്ത് ഇപ്പോൾ 5th ഡാർക്ക് ഫ്രിഞ്ചാണ്. അതല്ല സോറി, തല തിരിഞ്ഞു കേട്ടോ. 5th ഡാർക്ക് ഫ്രിഞ്ചായിരുന്നു എയറിലായിരുന്നു. അപ്പോൾ ആ 5th ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ സ്ഥലത്ത് മീഡിയത്തിൽ ഇറക്കി വെച്ചപ്പോൾ 8th ബ്രൈറ്റ് ഫ്രിഞ്ചായി മാറി. റൈറ്റ്? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ഇതുമാതിരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ തനിയെ ചെയ്യാൻ നോക്കുക കേട്ടോ. പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എനിവേസ്, അപ്പോൾ ചെയ്യാത്ത ആൾക്കാരും കൂടി നോക്കിയേ. നമുക്ക് രണ്ടിൻ്റെയും പൊസിഷൻ അറിയണം. റൈറ്റ്? 8th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്താ പൊസിഷൻ ഉണ്ടാവുക? ഇൻ്റർഫറൻസ് അല്ലേ? നമ്മൾ വൈ എന്നാണ് എഴുതിയിരിക്കണേ അല്ലേ? വൈ ഓഫ് 8th ബ്രൈറ്റ് is equal to 8 lambda d/d അല്ലേ? ഇനി പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ച് എന്താ? വൈ 5th ഡാർക്ക് അല്ലേ? അതെന്താ? 2n അല്ലേ? 2n പകരം എന്നിൻ്റെ അവിടെ 5 ഇട്ട് കൊടുത്തേ 10 എന്ന് വരും. 10 - 1 എത്ര? 9. 9/2 ലാംഡ d/d. ഞാൻ മനക്കണക്ക് ചെയ്തതാണ് കേട്ടോ. 2n - 1 d λ/2d അല്ലേ? ഇപ്പം നിങ്ങളോട് പറയണത് ഈ രണ്ട് പൊസിഷൻസ് ഈക്വലായി എന്നാ അല്ലേ? ഈ 5th ഡാർക്കിൻ്റെ അവിടെ ഇപ്പോൾ 8th ബ്രൈറ്റ് ആയി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ പൊസിഷൻ വരുന്നല്ലേ? റൈറ്റ്? സോ ഐ വിൽ റൈറ്റ് 8 ലാംഡ. പക്ഷേ രണ്ടിനടുത്തും ലാംഡ സെയിം ആവും. ഇവിടെ 8 ലാംഡ വരുമ്പോൾ അതൊരു മീഡിയം ഉള്ള സമയത്താണ്. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇവിടെ എന്താ? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ എയർ. ക്ലിയർ ആവണ്ടാ? റൈറ്റ്? അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ ലാംഡ എയറിൻ്റെ d/d ഈ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതേമാതിരി ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത ഇറ്റ് ഇസ് ലാംഡ എം മീഡിയത്തിൻ്റെ × d. ക്ലിയർ ആയ? ഇത് രണ്ട് ഈക്വലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 8 റബ്ബറാണ് എഴുതിയത്. 8 ലാംഡ എം d/d is equal to 9/2 ലാംഡ എ ക്യാപിറ്റൽ d/d. ക്ലിയർ ആയ? അപ്പോൾ ഇതിൽ നിന്ന് ലാംഡ എയർ ബൈ ലാംഡ എം എടുക്കാം. ഡിയും ക്യാൻസലായി, ഈ ഡിയും ഡി ക്യാൻസലായി. ഇത് 16. റൈറ്റ്? വേണമെങ്കിൽ ഇത് 4.5 എന്നൊക്കെ എടുക്കാം കേട്ടോ. 4.5 എന്ന് എടുത്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് ലാംഡ എ ബൈ ലാംഡ എം വിൽ ബി ഈക്വൽ ടു 8/4.5. റൈറ്റ്? അറൗണ്ട് 1.78 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആവണ്ടാ? ഇതെങ്ങനെയാണെന്ന് പറയാം? 16 എടുക്കുക. ഇത് 9/2 അല്ലേ? 16/9. അപ്പോൾ ഓക്കെ 1 ബാക്കി 7ൻ്റെ അടുത്തൊക്കെ വരും. ബാക്കി നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നോക്കിയേ ഇതിൻ്റെ അടുത്ത് വരുന്നത് 7ൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ 7, 8 എന്ന് വരുന്നത് സെലക്ട് ചെയ്താൽ മതി. ക്ലിയർ ആയ? റൈറ്റ്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇനി റബ്ബർ തിരുവനന്തപുരത്തെ ഇതാണല്ലേ? ഇതൊന്ന് മാച്ചളയാം. സോറി കേട്ടോ സമയം എടുത്തതിന്. അപ്പോൾ മാഞ്ഞു പോയില്ല. 25ാമത്തെ ക്വസ്റ്റ്യൻ വേണം. ഇതെളുപ്പം. 27 നോക്കിയാൽ എന്താ പറയുക? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് in an interference pattern, second minima is observed early in front of one slit. The distance between two coherent sources d and the distance between the source and screen is d. The wavelength of the light source should be. Okay, Young's double slit experiment in an interference pattern, second minimum ta.
അപ്പോൾ എന്നിൻ്റെ അവിടെ 2 ഇട്ട് കൊടുക്കണം മിനിമത്തിന്. ഒബ്സർവ് ദാറ്റ് ഈസ് ഫ്രണ്ട് ഓഫ് വൺ സ്ലിറ്റ്, ഒരു സ്ലിറ്റിൻ്റെ മുന്നിൽ തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പൊസിഷൻ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ വരണം, പടം വരയ്ക്കണം. ബാക്കിയൊക്കെ പാരാമീറ്റർ നോക്കിയല്ലോ. അതായത് ഇതാണ് നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസാണ് ഡി അല്ലേ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടെ സെൻട്രൽ മാക്സിമം എന്തെങ്കിലും ആവട്ടെ. ഇതാണ് നമ്മുടെ സ്ക്രീന്. പൊസിഷൻ ഓഫ് ദ മാക്സിമം മിനിമം പറഞ്ഞിട്ടുള്ളതേ ജസ്റ്റ് ബിഫോർ ഒന്നുകൂടി ചോദിച്ചേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോട്ടെ എന്താണ് സെക്കൻഡ് മിനിമം ഇസ് ഒബ്സർവ്ഡ് എക്സാക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് വൺ സ്ലിറ്റ്. ഒരു സ്ലിറ്റിൻ്റെ കറക്റ്റ് മുന്നിലാണ് നിൽക്കണേന്ന് കിട്ടിയ. അപ്പോൾ സെൻട്രൽ മാക്സിമം ആണെന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കിയാടോ, ഇതിൻ്റെ നേരെ മുന്നിലായിരിക്കും സെൻട്രൽ മാക്സിമം ഉണ്ടാവുക. ഈ ഡിസ്റ്റൻസ് എന്താ വരിക? d/2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താ? d/2. സോൾവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ദിസ് ഈസ് ഫോർ സെക്കൻഡ് മിനിമം, റൈറ്റ്. അപ്പോൾ y റൈറ്റ് y 2d അല്ലേ. ആ സെക്കൻഡ് മിനിമ ഈ സ്ലിറ്റിൻ്റെ തൊട്ട് മുന്നിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഫ്രോം ദ സെൻട്രൽ മാക്സിമം എത്ര ആയിരിക്കണം? d/2 ഡിസ്റ്റൻസിലായിരിക്കണം. കണ്ടോ, ഇതൊക്കെ അപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് ആൻസർ കഴിഞ്ഞു. അപ്പോൾ പൊസിഷൻ y എന്താണ് നമ്മൾ എഴുതുക? y 2d that is equal to d/2 is equal to എന്താണ് ഫോർമുല? 2n minus 1, 2 into 2 minus 1, right, d lambda by d, right. ക്ലിയർ ആവണ്ട, റൈറ്റ്. ഇനി നമുക്ക് നോക്കിയാൽ ഈ d സ്ക്വയറിൻ്റെ കേസ് കേട്ടോ. d/2 is equal to 2, 4 minus 1 is 3/2. ഇവിടെ 2 ഇല്ലേ, അത് വിഴിയില്ലേ, സോറി, 2d അല്ലേ. അപ്പം d lambda by d അല്ലേ. അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു d സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ 3d. ഈ 2 ക്യാൻസൽ ചെയ്തില്ലേ, റൈറ്റ്. യു വിൽ ഗെറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു d സ്ക്വയർഡ് ബൈ 3d. കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അയ്യോ, റൈറ്റ്. ഓക്കെ, മാക്കണേലല്ലേ കുറേ നേരം പോകണം. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കട്ടോ. റൈറ്റ്, ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് ഒബ്റ്റെയിൻഡ് വിത്ത് 2 കോഹറൻറ്റ് ലൈറ്റ് സോഴ്സസ് ഓഫ് ഇൻറ്റൻസിറ്റി റേഷ്യോ n I1/I2 ആണ് n തന്നിട്ടുള്ളത്. ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ദ റേഷ്യോ ഓഫ് Imax മൈനസ് I minimum വിൽ ബി. ഇതൊന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യാം കേട്ടോ. നോക്കിയേ, നിങ്ങൾക്ക് I1/I2 എന്നാന്ന് തന്നിട്ടുണ്ട്. I1/I2 ഇസ് n. ഇനി Imax/I minimum അല്ലേ, അതിന് ഇതിൻ്റെ ടേംസിൽ മിനിമം എന്നിൻ്റെ ടേംസിൽ മാത്രം അല്ലേ ആലോചിക്കണം. Imax മൈനസ് I minimum. അതിന് നോക്കിയേ, Imaxന് എനിക്ക് എന്തെന്ന് എഴുതാം? √I1 + √I2 ഹോൾ സ്ക്വയർ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഡിവൈഡഡ് ബൈ √I1 - √I2 ഹോൾ സ്ക്വയർ അല്ലേ. ഈ I2 ഞാൻ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ, or I can say I am going to divide by √I2 throughout, right. ക്ലിയർ ആവണ്ട? എല്ലാ ടേംസിൻ്റെയും താഴെ. അപ്പോൾ ഇവിടെ √I2/I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അത് പോയില്ലേ. സോ ഇറ്റ് ഇസ് √I1/√I2 + 1 ഹോൾ ഡിവൈഡഡ് ബൈ √I1/√I2 - 1 ഹോൾ സ്ക്വയർ. എഴുതിയാ? എന്നിട്ട് ഈ √I1/√I2 എന്ന് പറഞ്ഞാൽ √I1 + I2 അല്ലേ. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? √n + 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √n - 1 ഹോൾ സ്ക്വയർ എഴുതാം. ഇതോടെ ഇരിക്കട്ടെ. ഇത് Imax/I minimum ആണ്. ഈ Imax/I minimumത്തിൻ്റെ കൂടെ മുകളിൽ ഞാൻ I minimum ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതാണല്ലോ നമ്മളോട് ചോദിച്ചത്. Imax എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളോട് ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കട്ടെ. Imax - I minimum, Imax + I minimum അല്ലേ. Imax - I minimum അടിയിൽ Imax, സോറി, അപ്പോൾ ഇവിടെ തെറ്റിയില്ലേ. പറയുക, യു ആർ സപ്പോസ് ടു ഫൈൻഡ് Imax - I minimum
ഡിവൈഡഡ് ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമം. ഇതല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ഐ മാക്സ് ബൈ ഐ മിനിമം മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഐ മാക്സ് ബൈ ഐ മിനിമം പ്ലസ് 1. സെയിം തന്നെ വാല്യൂ വരിക. ഡിനോമിനേറ്റർ ഐ മിനിമം ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ഐ മാക്സ് ബൈ ഐ മിനിമം കുറച്ച് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുട്ടാ? റൂട്ട് എൻ പ്ലസ് 1 ബൈ റൂട്ട് എൻ മൈനസ് 1 ഹോൾ സ്ക്വയർഡ് മൈനസ് 1 റൂട്ട് എൻ പ്ലസ് 1 റൂട്ട് എൻ മൈനസ് 1 ഹോൾ സ്ക്വയർഡ് മൈനസ് 1. ഇത് കാൽക്കുലേഷൻ ആട്ടോ. റൈറ്റ്? കാൽക്കുലേറ്റ് ചെയ്ത അവസാനം നമുക്ക് വരുന്ന ആൻസർ അല്ലെങ്കിൽ 2 റൂട്ട് എൻ തെറ്റിപ്പോയി 2 റൂട്ട് എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്ന് കിട്ടണം. ഇതൊരു എക്സ്പ്രഷൻ നിങ്ങൾ മഗപ്പ് ചെയ്താൽ തെറ്റൊന്നുമില്ല. ക്ലിയർ ആയാ? റൈറ്റ്? ദിസ് ഈസ് ദ ബേസിക് ക്വസ്റ്റ്യൻ ഫോർ ഇഫ് I1 by I2 is given as any constant ആണെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ചില സമയത്ത് എ എന്നൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. വെൻ ഐ മാക്സ് മൈനസ് ഐ മിനിമം ഡിവൈഡഡ് ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമത്തിൻ്റെ ഇക്വേഷനാണ്. ഡിറൈവ് ചെയ്യണേ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആയാ? റൈറ്റ്? ഇനി 29 നോക്കിയേ. റൈറ്റ്? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻറ്റൻസിറ്റി ഓഫ് 29 വലുത് ഔച്ച്. ഓക്കെ. ദ ഇൻറ്റൻസിറ്റി ഓഫ് മാക്സിമം ഇൻ യോങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് I0. കാണില്ലെങ്കിലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. റൈറ്റ്? മാക്സിമം ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട് I0 ആണെന്ന്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ലിറ്റ്സ് D5 ലാംഡയാന്ന് തന്നിട്ടുണ്ട്. Where lambda is wavelength of the light used for the experiment. What will be the intensity in the front of one of the slits? Front of one of the slits on the screen placed at a distance D, capital D, 10D. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ് ഇസ് 10D. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും, ഒരു സ്ലിറ്റിൻ്റെ മുന്നിൽ ഉണ്ടാവുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും സെൻറ്ററിൽ നിന്ന്? D/2, സ്മോൾ D/2. അത് ഞാൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്മോൾ ഡി നമുക്ക് 5 ലാംഡ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡീൻ്റെ വാല്യൂ 10D എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ദ പൊസിഷൻ ഓഫ് യുവർ വാട്ട് അതുണ്ടാവും വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് അല്ലേ? ആ ഇൻറ്റൻസിറ്റി ഏത് പൊസിഷനിലേക്ക് നോക്കണേ? വൺ ഓഫ് ദ സ്ലിറ്റ്സിൻ്റെ അവിടെ. വൺ ഓഫ് ദ സ്ലിറ്റ്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് വാട്ട്? അറ്റ് എ ഡിസ്റ്റൻസ് D/2 അല്ലേ? ഈ D/2ൻ്റെ അവിടെ വരുമ്പോൾ ഇൻറ്റൻസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയാലും ഗ്രാസ് വാട്ട് ഇസ് ദ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പൊസിഷൻ കേട്ടോ. ദാറ്റ് ഇസ് IY ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം നമ്മൾ X is equal to എന്താ പറഞ്ഞിട്ടുള്ളത്? D sin θ എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷേ ഇത് വെച്ചിട്ട് sin θ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനായിട്ട് പറഞ്ഞത് ഓർമ്മണ്ട. ആംഗിൾ ചെറുതായതുകൊണ്ട് വി ക്യാൻ റീപ്ലേസ് ദി sin θ വിത്ത് what? tan θ. So you can even write it as tan θ. ഇനി tan θ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ tan θ is Y/D. നമുക്ക് വേറെ പാരാമീറ്റേഴ്സ് ഒന്നും തന്നില്ലെങ്കിൽ ഈ വഴിയുള്ളൂ കേട്ടോ. റൈറ്റ്? ക്ലിയർ ആവണ്ട? റൈറ്റ്? സോ Y/D എഴുതുകയാണെങ്കിൽ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. D Y എത്രയാണെന്ന് പറഞ്ഞിട്ട് D/2, ക്യാപിറ്റൽ D എത്രയാണ്? 10D എന്ന് തന്നിട്ടുണ്ട്. സോ യു വിൽ ഫൈൻഡ് ദ വാല്യൂ ആസ് D/20. റൈറ്റ്? ക്ലിയർ ആവണ്ട? ഇനി ഇത്രയും തന്നിട്ടുണ്ടല്ലോ. ഈ D എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി അത് തന്നിട്ടുണ്ട് അല്ലേ? D എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 ലാംഡ തന്നിട്ടുണ്ട് അല്ലേ? ഇതൊന്നും പാടിയത്. ഓക്കെ. ഡീൻ്റെ വാല്യൂ എത്രയാണെന്ന്? 5 ലാംഡ ഡിവൈഡ് ബൈ 20, ഓർ ഐ ക്യാൻ സേ പാത്ത് ഡിഫറൻസ്. റൈറ്റ്? പാത്ത് ഡിഫറൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് λ/4. വേറെ വഴിയില്ല നമുക്ക്. sin θ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെ നിന്ന് നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം തന്നുണ്ടോ? ഇല്ല. ഈ ഡിസ്റ്റൻസ് തന്നുണ്ടോ? ഇല്ല. നീ അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്താ ഞാൻ പറയാമെന്ന്? അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഡിഫറൻസ്, അതിൻ്റെ കറസ്പോണ്ടിങ്ങിന് ഫേസ് ഡിഫറൻസ് phi is equal to 2π/λ into delta x അല്ലേ? ഡെൽറ്റ എക്സ് എത്ര എന്നുണ്ടല്ലോ? λ/4 ഇട്ട് കൊടുക്കുക. സോ യു വിൽ ഫൈൻഡ് phi is equal to π/2, 90 ഡിഗ്രി ആണ് അല്ലേ? അതിൻ്റെ അർത്ഥം എനിക്ക് ഇനിയിപ്പോൾ റിസൾട്ടിൻ്റെ ആമത്തിലല്ലേ കിട്ടണ്ടേ? I max, റൈറ്റ്? മാക്സിമം ഇൻറ്റൻസിറ്റി I1 plus I2 plus 2I1 I2 മാക്സിമം ഇൻറ്റൻസിറ്റി കേട്ടോ. റൈറ്റ്? ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ നമ്മളെന്താ പറയുക? I0 എന്തായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ മാക്സിമം 4I ആണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവൻ I1 ആൻഡ് I2 ആർ സെയിം, അവരിലെ മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ I is equal to I0/4. അത് ഇപ്പോഴത്തെ ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കണം? I0/4 ആയിരിക്കണം
അല്ലേ? ക്ലിയർ ആവണ്ട? റൈറ്റ്. അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഇതെല്ലാം നമുക്ക് അറിയണ്ട. IY എന്തായിരിക്കണം? I1 പ്ലസ് I2 പ്ലസ് 2I1 I2 cos ഫൈൻ്റെ അവിടെ എന്ത് എഴുതണം? π/2. അപ്പോൾ ആംഗിൾ ഇതല്ലേ, ഫേസ് ഡിഫറൻസ് എത്ര അല്ലേ? cos 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ സാധനം തെറിച്ച് പോയി അല്ലേ? അപ്പോൾ ഇത് രണ്ട് ഈക്വലാന്നല്ലേ പറയണത് മാക്സിമം ഇൻറ്റൻസിറ്റീന്. അപ്പോൾ ഇതെന്തായിരിക്കണം? 2I. ക്ലിയർ ആവണ്ട? 2I എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐൻ്റെ വാല്യൂ എത്രയാണ്? I0/4. അപ്പോൾ 2 × I0/4 എടുക്കുമ്പോൾ എത്ര വരിക? I0/2. ക്ലിയർ ആയോ? റൈറ്റ്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഫേസ് ഡിഫറൻസ് വരാനുള്ള പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മളോട് പറയണതേ ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി ഈക്വലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്താ പറഞ്ഞിട്ടുണ്ട്? I0 = 4I ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? മാക്സിമത്തിൻ്റെ 1/4 ഉണ്ടാവുള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓരോന്നിൻ്റെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നിൻ്റെ കണ്ടുപിടിക്കാം. I0/4 പ്ലസ് I0/4 പ്ലസ് 2 I0/4 I0/4 cos θ. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുള്ളൂ? റൈറ്റ്. അങ്ങനെ എഴുതിക്കൊന്ന അങ്ങനെയാണെങ്കിൽ പ്രശ്നം. റൈറ്റ്. ഇത് cos 90 ഡിഗ്രി കാരണം ഈ ഭാഗം തെറിച്ച് പോയി. I1ഉം I2 എന്താ? I+I. അപ്പോൾ 2I. ഈ അതിന് പകരം ഞാൻ I0/4 ഇട്ടു. സോ ആ പൊസിഷനിൽ, അതായത് സ്ലിറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഹാഫ് ഓഫ് ഇറ്റ്. ക്ലിയർ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് 31ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. ഞാൻ അത് ഈസിയാണ്, പക്ഷേ ഒരു ടേം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അതെടുത്തത്. ഓക്കെ, 2 കോഹറൻറ്റ് സോഴ്സസ് വിത്ത് ഇൻറ്റൻസിറ്റി റേഷ്യോ ബീറ്റ, അതായത് ബീറ്റ = I1/I2 തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ള? പ്രൊഡ്യൂസസ് ഇൻറ്റർഫിയറൻസ് ഫ്രിഞ്ച് വിസിബിലിറ്റി. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കോൺസെപ്റ്റ് അല്ല കേട്ടോ, അത് ഞാൻ ദിസ് ആണ് എ നീറ്റ് കോൺസെപ്റ്റ്. ഈ സാധനം നിങ്ങൾക്ക് അറിയണതാ. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ Imax മൈനസ് Iminimum ഡിവൈഡഡ് ബൈ Imax പ്ലസ് Iminimum. ഞാൻ ഇത്രയും ചെയ്യില്ല കേട്ടോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുള്ളതാണ്. ഇത് മറ്റു പ്രോബ്ലം ഞാൻ ചെയ്തതാണ് ഇപ്പോൾ തന്നെ കുറച്ച് നേരത്തെ. സോ ദിസ് ഈസ് നോൺ ആസ് ഫ്രിഞ്ച് വിസിബിലിറ്റി കേട്ടോ. Nൻ്റെ ടേംസിൽ എഴുതണ മാതിരി. ക്ലിയർ ആയോ? അപ്പോൾ 2√n β+1 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് ഈ സാധനം വേണ്ട ഇതുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചോദിക്കായിരുന്നു, അവരത് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കേട്ടല്ലോ. ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഇനി ഇതേമാതിരി 30th ക്വസ്റ്റ്യൻ, അതേമാതിരത്തെ ക്വസ്റ്റ്യൻ താഴെ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്. താഴെ ഉണ്ടാ? അതുണ്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ഇൻ്റർഫറൻസ് ഓഫ് ഫ്രിഞ്ചസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ സ്ക്രീൻ ബൈ യൂസിങ് 2 ലൈറ്റ് സോഴ്സസ് ഓഫ് ഇൻറ്റൻസിറ്റീസ് I and 9I. അപ്പോൾ I1 നമുക്ക് I ആയിട്ട് തന്നിട്ടുണ്ട്, I2 നിങ്ങൾക്ക് 9 ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടല്ലോ. റൈറ്റ്. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ബീംസ് ഇസ് 90 ഡിഗ്രി, ദറ്റ് ഇസ് π/2. റൈറ്റ്. അറ്റ് പോയിൻറ്റ് P ആൻഡ് പൈ അറ്റ് ദ പോയിൻറ്റ് Q. 2 കേസസ് ഉണ്ട് അമ്പടാ. അപ്പോൾ ഇത് πP ആണ്. ΦQ എന്താണ്? ഫേസ് ഡിഫറൻസ് അറ്റ് Q ഇസ് 180 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റീസ് അറ്റ് അയ്യടാ അത് എളുപ്പമല്ലടോ. ഞാൻ വിചാരിച്ച വ്യത്യാസമുണ്ട്. അതായത് IP റിസൾട്ടൻ്റ് അറ്റ് P എന്തായിരിക്കും? I1 പ്ലസ് I2 2I1 I2 2√I1 I2 cos 90 ഡിഗ്രി. മറ്റേതിന് എന്ത് ചെയ്യണം? cos 180 ഡിഗ്രി എന്നാണ് മൈനസ് ചെയ്യണം. 34ാമത്തെ ക്വസ്റ്റ്യൻ അതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് തന്നെ പോവാം. ഏത് 30ാമത്തെ ക്വസ്റ്റ്യൻ? ഞാൻ വിചാരിച്ച അതേമാതിരി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സോറി. നിങ്ങൾക്ക് തോന്നുന്നതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് റേഷ്യോ മാക്സിമം ആൻഡ് മിനിമ ഇൻ എൻ ഇൻ്റർഫറൻസ് പാറ്റേൺ ഇസ് ഗിവൺ 2 കോറൻറ്റ് സോഴ്സ്. നമുക്ക് Imax ബൈ Iminimum തന്നിട്ടുണ്ട്. എത്രയാണ്? 9/1 അല്ലേ? അപ്പോൾ Imax എന്ന് പറഞ്ഞത് അറിയുമോ നിങ്ങൾക്ക്? ആംപ്ലിറ്റ്യൂഡിൻ്റെ ബേസിസിൽ എങ്ങനെയാണെന്ന് ഇഫ് യു ഡോണ്ട് നോ പറഞ്ഞുതരാം. അറിയുണ്ടാവില്ല, കുന്തം കളയാനുള്ള വഴിയുണ്ട് ഒരുമിച്ച്. അപ്പോൾ എൻ്റെ ദൈവം ഏതുമാരാണ് കുറേ നേരം പോണത്. ഞാൻ ഉദ്ദേശിച്ചത് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഏതാണെന്ന് വെച്ചാൽ 30 ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. കുറച്ചും കൂടി ജുടാ റബ്ബറായിരുന്നു കയ്യിൽ. ഇത് കേട്ടോ ഇൻറ്റൻസിറ്റി റേഷ്യോൻ്റെ അറിയില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു നോ. ഇഫ് നോട്ട് ഓൾസ് എഴുതാം Imax ബൈ Iminimum.
റൈറ്റ് ഇസ് ഈക്വൽ ടു ഓർമ്മണ്ട √I1 പ്ലസ് √I2 ആയിരിക്കും ഹോൾ സ്ക്വയർ അല്ലേ ഈ ഇവിടെ √I1 മൈനസ് √I2 ഹോൾ സ്ക്വയർഡ് ആണ്. ഈ √I1 പകരം എനിക്ക് വേറെ എഴുതാടൂ അങ്ങനെ എഴുതാം A1 അല്ലേ. എന്തുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് എന്താണ് I ഈസ് പ്രൊപ്പോർഷണൽ ടു A² അല്ലേ. അപ്പോൾ √I വിൽ ബി പ്രൊപ്പോർഷണൽ ടു A അല്ലേ. അപ്പോൾ I1 പകരം എനിക്ക് എന്ത് എഴുതാം, അവിടെ √I1 പകരം എനിക്ക് ജസ്റ്റ് A എന്ന് എഴുതാം. സൈസ് ഒന്ന് കുറയ്ക്കട്ടോ. റൈറ്റ്, സോ ഇറ്റ് വിൽ ബി A. അയ്യോ so here will be A1 plus A2 ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് ചെറിയ ലെറ്റർ ആക്കി A1 മൈനസ് A2 ഹോൾ സ്ക്വയർ. റൈറ്റ്, ഇത് നമുക്ക് A max/A min 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം, 3/1 ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2. മനസ്സിലായോ, സ്ക്വയർ കളഞ്ഞു അല്ലേ. അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 3A1 മൈനസ് 3A2 ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 2A1 ഈസ് ഈക്വൽ ടു 4A2 എന്ന് കിട്ടും അല്ലേ. ഓർ ഐ ക്യാൻ റൈറ്റ് A1 ബൈ A2 ഇസ് ഈക്വൽ ടു 2/1. ഈ A1 ബൈ A2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു അല്ലേ √I അല്ലേ. അപ്പോൾ നിനക്ക് സ്ക്വയറിൽ എഴുതി കൂടെ, മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്. റൈറ്റ്, ഇതിനൊന്നും സ്ക്വയർ ചെയ്ത് എന്താ ഉണ്ടാവുക, A1 സ്ക്വയർഡ് ബൈ A2 സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 4/1. ഈ പ്രൊപ്പോർഷണൽ അല്ലേ I1 ബൈ I2. അപ്പോൾ I1 ബൈ I2 എന്താ 4/1 എന്ന് കിട്ടി. റൈറ്റ്, ക്ലിയർ ആയി തുടങ്ങിയാൽ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ലോജിക്ക് പറയാൻ വേണ്ടി മാത്രം. ഓക്കെ ഇത് മാച്ച് കളഞ്ഞിട്ട് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ വേണ്ട പോ. ഇതിലില്ലാത്തത് 34 നമ്മൾ നോക്കിയത് 35 എളുപ്പാ ഓർന്നു. 2 coherent source produces interference at A screen where the dark band is formed between 4th and 5th band. 4th ഉം 5th ബ്രൈറ്റ് ബാൻഡിനുള്ളിൽ ഫോം ചെയ്യണത് ഏതാണോ, 5th ഡാർക്ക് ബാൻഡ് ആയിരിക്കും അല്ലേ. നോക്കി, 4th ബ്രൈറ്റ് ബാൻഡ് 5th ബ്രൈറ്റ് ബാൻഡിൻ്റെ ഇടയിൽ ഉണ്ടാവും എന്താ, 5th ഡാർക്ക് ബാൻഡാണ്. 4th താഴെ പിന്നെ 5th അതിൻ്റെ ഇടയിൽ എന്താ വരിക, 5th ഡാർക്ക് ബാൻഡാണ് ഉണ്ടാവുക. ഡാർക്ക് കഴിഞ്ഞിട്ടാണ് ബോധം വരിക ജന്തുക്കളെ, ആലോചിച്ച് നോക്ക്. അയ്യോ എനിക്ക് പറഞ്ഞു തരേണ്ടി വരുമല്ലോ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കിട്ടില്ല എന്നാ. നോക്കിയത് സെൻട്രൽ ബ്രൈറ്റ്, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡാർക്ക്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്രൈറ്റ് അല്ലേ. പിന്നെ ആടാ ഫസ്റ്റ് ഡാർക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രൈറ്റ് അല്ലേ. ക്ലിയർ ആവണ്ട, സിമ്പിളല്ലേ മക്കളെ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. തനിയെ ചെയ്യാൻ നോക്കട്ടെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. സോ നിങ്ങളോട് തന്നെ അല്ലേ 4th ബ്രൈറ്റ് ബാൻഡും 5th ബ്രൈറ്റ് ബാൻഡും. കട്ട് ചെയ്തതായിട്ട് എൻ്റെ പേടിയുടെ ഇടയിൽ എനിക്ക് എന്തോ ഡൗട്ട് വന്നു, നിങ്ങൾക്ക് അത് ഡൗട്ട് വരുമെന്ന്, അതുകൊണ്ട് ഞാൻ മൊത്തം എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അയ്യോ, സെൻറ്റർ ബ്രൈറ്റ്, ഫസ്റ്റ് ഡാർക്ക് ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ഡാർക്ക് സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ഡാർക്ക് തേർഡ് ബ്രൈറ്റ്, 4th ഡാർക്ക് 4th ബ്രൈറ്റ്, 5th ഡാർക്ക് 5th ബ്രൈറ്റ്. നിങ്ങളോട് പറയണ 4th ബ്രൈറ്റും 5th ബ്രൈറ്റിൻ്റെ ഇടയിൽ എടുക്കണം എന്താ, 5th ഡാർക്ക് അല്ലേ. ഇനി കഴിഞ്ഞില്ലല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് എഴുതിത്തരാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും വരയ്ക്കരുതിട്ട് പരീക്ഷയ്ക്ക്, ഇതൊരു ഊഹാപോഹം, നിങ്ങൾ ഊഹാപോഹം അല്ല, ഒരു ഐഡിയ കിട്ടുന്ന സാധനമാണ്. റൈറ്റ്, നെക്സ്റ്റ് ഇതെങ്ങനെയത് അതറിയണതാ 37. ഞാൻ ഈ മാക്സ് വരുമ്പത്തിൻ്റെ എന്ത് ചെയ്യണ്ട കേട്ടോ, നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ. ഇൻറ്റൻസിറ്റീൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. 40th ക്വസ്റ്റ്യൻ. ഓക്കെ, 40th ക്വസ്റ്റ്യൻ, ഇത് വേറെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഞാൻ ഇവിടേക്ക് നോക്കി, അതിന് മുമ്പ് ഇത് കണ്ടില്ല. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ഇൻ പോയിൻറ്റ് സ്ക്രീൻ വേർ ദ പാത്ത് ഡിഫറൻസ് ലാംഡ ഇസ് K എന്നല്ലേ തന്നിട്ടില്ലേ. 40 കാണില്ലല്ലേ, ക്വസ്റ്റ്യൻ തെളിഞ്ഞ് കാണില്ല. In Young's double slit experiment, the intensity of light at a point on screen where the path difference lambda is K. Intensity തന്നിട്ടുണ്ട് കേട്ടോ. Lambda is the wavelength of the light used. The intensity at the point where the path difference is lambda by 4. അതായത് lambda by 4 സെക്ഷനിൽ എത്രയായിരിക്കും ഇൻറ്റൻസിറ്റി എന്നാണ്. ഇത് ഇത്തിരി നീണ്ടെന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ടതാണ് കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിച്ച്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്
പാത്ത് ഡിഫറൻസ് ലാംഡ ആയിരിക്കുമ്പോൾ അവിടെ ആ പോയിന്റിൽ ഇൻറ്റൻസിറ്റി കെ ആണെങ്കിൽ ഇനി പാത്ത് ഡിഫറൻസ് ലാംഡ/4 ആകുമ്പോൾ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് പാറ്റേണിൽ ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ക്രീൻ ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാ. I is equal to 4I0. I0 എന്ന് പറഞ്ഞാൽ മാക്സിമം. ചിലപ്പോൾ I0 എന്നായിരിക്കില്ല, I എന്നായിരിക്കും ഇതിൻ്റെ സോറില്ല. cos squared 5/2. അത് ഇൻറ്റൻസിറ്റി I0 എന്താ ഇൻറ്റൻസിറ്റി ഓഫ് ഏത് വേവ് ആയാലും, റൈറ്റ്? ക്ലിയർ? I1 I2 എന്ന ഒരു കാര്യം ചെയ്യുക, I0 മാറ്റിയിട്ട് I എന്നല്ല, നിങ്ങൾക്ക് I എന്നല്ല പറഞ്ഞെന്നുള്ള I തന്നെ എഴുതിക്കാം. I is the intensity of each waves, റൈറ്റ്? അതേമാതിരി ഫൈ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, 2π λ/del into a delta x by എന്ന് പറയുന്നത്, റൈറ്റ്? ഇവിടെ പറയുകയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസിൻ്റെ അവിടെ ഞാൻ ലാംഡ, നിങ്ങൾ എഴുതുമ്പോൾ ആ സ്റ്റെപ്പ് എഴുതിട്ടാ ലാംഡ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π റേഡിയൻസ് ആണ് ഫേസ് ഡിഫറൻസ് കിട്ടിയ. ഇനി നോക്കി ഇൻറ്റൻസിറ്റി അറിയണ്ടേ? വെൻ പാത്ത് ഡിഫറൻസ് ഈസ് വാട്ട്? ലാംഡ. അപ്പോൾ എന്താ? I is equal to 4I cos squared. ഫൈൻ്റെ പകരം എന്താ? 2π ഇട്ട് 2π/2. അപ്പോൾ cos squared 181 എന്ന് വരും. അപ്പോൾ 4I എന്ന് വരും നമുക്ക് എന്ത് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ്. അത് കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ ഇരിക്കട്ടെ. ദാറ്റ് ഇസ് കെ ഇസ് ഈക്വൽ ടു 4I. ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്, റൈറ്റ്? ക്ലിയർ? കുഴപ്പമില്ല. ഇനി പാത്ത് ഡിഫറൻസ് ലാംഡ/4 ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് എന്താ വരിക? അത് സെക്കൻഡ് കേസ് ആട്ടാ. ഫൈ എന്താ വരിക? 2π/λ ഇൻറ്റു λ/4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് π/2 ആസ് 5, 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കുന്നത്? I is equal to 4I cos squared 90. 90 ഇത് എന്തോ തെറ്റിപ്പോയി. cos squared π/2 എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ 0 ആയിപ്പോയല്ലോ. ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് നല്ലൊരു വാല്യൂ ആയിരുന്നെങ്കിൽ π/8 ആണെങ്കിൽ നമുക്ക് രസത്തിൽ വരാം. നിങ്ങൾക്ക് ആ ഇൻറ്റൻസിറ്റി 0 ആയിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ എന്തോ തെറ്റുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നോക്കി ഇതിൽ 0 ഡിഗ്രി ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ 0 ഞാൻ കണ്ടില്ല. ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ശരി, ഗുഡ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഞാൻ വെച്ചില്ലാന്ന് അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചാണ്, റൈറ്റ്? പക്ഷെ നല്ല സാധാരണഗതിയിലേ പരീക്ഷയിൽ ഞാനിത് പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ π/4 അങ്ങനെ വന്നിരുന്നത്. അപ്പോൾ ഇവിടെ λ/8 ആയിരിക്കണം. അമ്മച്ചി π/2 എന്നല്ലേ വരിക, റൈറ്റ്? സമച്ച് മേ ആയ ഓക്കെ. കണ്ട ഓർഡർ. ഇനി ഏതാ? 41 ഇഷ്യാണ്. ഇൻറ്റൻസിറ്റി ഞാൻ ചെയ്യില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. ഇൻറ്റൻസിറ്റി λ6 വരുമ്പോൾ അതേമാതിരി ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? ഓക്കെ. 42 40 കാണില്ല, 4 കാണില്ല, എന്നാലും ക്വസ്റ്റ്യൻ കാണാം, റൈറ്റ്? ലെറ്റ്സ് enlarge it. In a double slit experiment, the distance between the slits is 5 millimeter, and the slits are 1 meter from the screen. Two interference patterns can be seen on the screen, one due to the light of wavelength, difference pattern due to two different wavelengths. What is the separation on the screen between the third order bright fringe of the two? അതായത് ഇത് കാരണം ഒരു തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവും, ഈ വേവ് ലെങ്ത് കാരണം തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, റൈറ്റ്? പാരാമീറ്റേഴ്സൊക്കെ ഞാനിവിടെ എഴുതി തരാം. നമുക്ക് എന്ത് ഓർഡർ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെന്ന് മനസ്സിലായല്ലോ. എന്താ ഇക്വേഷൻ? എക്സ് എന്നല്ലല്ലോ, ഞാൻ എപ്പോഴും എക്സ് എന്ന് എഴുതണം. വൈ അല്ലേ? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വൈയിലല്ലേ പറയണം. YN ഓഫ് ബ്രൈറ്റ് N λD/D അല്ലേ? ലാംഡ വേവ് ലെങ്ത് യൂസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ക്യാപിറ്റൽ D, സ്മോൾ d, സ്ലിറ്റ്സ്. അപ്പോൾ ഫോർ λ 480 നാനോമീറ്ററിൻ്റെ പറയുന്നത് അല്ലേ? 480 നാനോമീറ്റർ. അവിടെ അപ്പോൾ തേർഡ് ബ്രൈറ്റ് എവിടെ വരിക? Y3B 3 λD/D അല്ലേ? ഈ ലാംഡ 480 ആണ് കേട്ടോ. ഇനി λ' പുതിയ വേവ് ലെങ്ത് എത്രയാണ്? 600 നാനോമീറ്റർ. മില്ലിമീറ്റർ ആയിപ്പോയി, ഞാൻ ഉദ്ദേശിച്ച നാനോമീറ്ററാണ്. നാനോമീറ്റർ. അപ്പോൾ Y3B ഫോർ ദാറ്റ് വൺ. അത് Y' എന്നായിരിക്കും. Y'. അതെന്താ? 3 λ'D/D ആണോ? സെപ്പറേഷൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് Y3' B മൈനസ് Y3B
അല്ലേ? അപ്പോൾ 3 രണ്ടിലും കോമൺ ഉണ്ട്, ഡിയും സ്മോൾ ഡിയും രണ്ടിലും കോമണാണ്. ദാറ്റ് ഈസ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ അല്ലേ? അല്ലേ? ഇനി ലാംഡ ഡാഷ് മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ 600 2 നാനോമീറ്ററിൽ തന്നെയല്ലേ? 600 പിന്നെ എന്നിട്ട് പറഞ്ഞിട്ടുള്ള 480. അപ്പോൾ എത്ര 120 വരും ബ്രാക്കറ്റിൽ അല്ലേ? സോ 3 ഇൻറ്റു ഡിസ്റ്റൻസ് ഡി എത്രയാണ് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ സ്മോൾ ഡി 5 mm എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10⁻³ മീറ്ററായി. ഇത് ഇൻറ്റു അത്ര 120 നാനോമീറ്ററിലല്ല, അപ്പോൾ 10⁻⁹. റൈറ്റ്? ഇനി കാൽക്കുലേഷനാണ്. റൈറ്റ്? യു വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് അബൌട്ട് 0.07 mm. സിമ്പിളാണ്. ഒക്കെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയണമെങ്കിൽ ഇൻറ്റൻസിറ്റി റേഷ്യോ ഞാൻ ചെയ്യാൻ നിൽക്കണില്ല. വട്ട് ഈ 96ാം ക്വസ്റ്റ്യൻ നോക്കിയേ. റിഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്താ? ഈ ഡിഫ്രാക്ഷൻ്റെ പ്രോസസ്സ് കണ്ടുപിടിച്ച ആളാണ് കേട്ടോ ഫ്രോൺഹോഫർ. സോ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് മുഴുവൻ ഫ്രോൺഹോഫറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. റൈറ്റ്? സോ യു ആർ ഗിവൻ എ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. സ്ലിറ്റ് വിഡ്ത്ത് ഇസ് ഗിവൺ 0.2 millimeters, and screen is at a distance. അപ്പോൾ സിംഗിൾ സ്ലിറ്റ് ഉള്ള അപ്പർച്ചർ ലെങ്ത് എ ആണ് തന്നിട്ടുള്ള 0.2 meter. തലയിൽ വയ്ക്കാം. Screen is 2 meter away from the lens. Capital D is given. If wavelength used is 5000 Armstrong, the distance between the first minima on either sides of the center maxima. നമ്മൾ ഡിഫ്രാക്ഷൻ്റെ പ്രോബ്ലം ചെയ്തില്ലല്ലോ, അപ്പോൾ വിൽ ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ ഡോ, ഇതാണ് സെൻറ്റർ മാക്സിമം. അതിൻ്റെ രണ്ട് സൈഡിലും പറയണത് എന്താ? ഫസ്റ്റ് ഡാർക്കും. ഈ ഡിസ്റ്റൻസ് ഓർമ്മ ഉണ്ടോ? അപ്പോൾ തന്നെ നമ്മളൊരു ഡെറിവേഷനൊക്കെ ചെയ്തിരുന്നു, വീഡിയോയിലുണ്ടായിരുന്നു. എന്തായിരുന്നു സെൻറ്റർ മാക്സിമേൻ്റെ പൊസിഷൻ? ദാറ്റ് ഇസ് 2 λd/d. ഈ തിക്നെസ്സാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് മിനിമം ഇൻ ഈതർ സൈഡ്സ്. ദാറ്റ് ഇസ് സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ y is equal to 2. ലാംഡ നിങ്ങൾക്ക് എത്ര? 5 × 10⁻⁷, റൈറ്റ്? ആൻഡ് d is 2 × 10, റൈറ്റ്? ക്ലിയർ? ജസ്റ്റ് ഒക്കെ മാറിക്കോട്ടെ. സ്മോൾ d 0.2 × 10⁻³ കാൽക്കുലേഷൻ ആട്ടോ. വാല്യൂസൊക്കെ ഞാൻ അവിടെ കിട്ടുന്നുണ്ടാവും. റൈറ്റ്? 2 ലാംഡ ഒന്നുകൂടി നോക്കിയാൽ ലാംഡ 5000 Armstrong അല്ലേ? അപ്പോൾ 5000 × 10⁻10, സോ 10⁻7. ക്യാപിറ്റൽ D 2 meter away, റൈറ്റ്? അപ്പം നിങ്ങൾ അത് എന്താണല്ലോ 2 എഴുതിയാൽ മതി കേട്ടോ. അവിടെ 10 എന്തിനാണ് 10? വെള്ളായി പോട്ട് 10 over there. ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ, തലവേദന എടുക്കണം. എന്താണോ 2 meter അല്ലേ? ഞാൻ no, don't put 10 here. I don't know why I put it. Small mistake from my side. ഓക്കെ, എത്ര വാല്യൂ വരെ നമ്മൾ എഴുതി കേട്ടാ. നിങ്ങൾക്ക് എടുക്കണം. വീഡിയോ പിടിച്ച് തലവേദന എടുത്തിട്ട് വട്ട് പിടിക്കാറായി മനുഷ്യന്. എന്താ 97th ക്വസ്റ്റ്യൻ. എന്നിട്ട് പറഞ്ഞിട്ടുള്ള ലീനിയർ അപ്പർച്ചർ ഫ്രണ്ട് ലെൻസ് ഫോക്കൽ ലെങ്ത് 60 നോക്കട്ടെ. ലീനിയർ അപ്പർച്ചർ ഹൂസ് വിഡ്ത്ത് ഇസ് 0.02 cm ഇമ്മീഡിയറ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 60 cm. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി. ഫോക്കൽ ലെങ്ത് ആയിരുന്നു നോക്കട്ടെ. ഒരു ലീനിയർ അപ്പർച്ചർ ഉണ്ട്, അത് ലെൻസിൻ്റെ മുന്നിലാണ് വയ്ക്കുന്നത്. ദ അപ്പർച്ചർ ഇസ് ഇലിമിനേറ്റഡ് നോർമലി ബൈ എ പാരലൽ ബീം ഓഫ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ്, അതായത് നമ്മുടെ ഓട്ടയ്ക്ക് പകരം, ഹോളിന് പകരം അതിൻ്റെ സ്വഭാവം ചെയ്യാൻ പോണത് ഒരു ലെൻസാണെന്ന്. അത്ര വ്യത്യാസമുള്ള, ബാക്കിയൊക്കെ സെയിമാണ്. റൈറ്റ്? ആൻഡ് യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ ഫസ്റ്റ് മിനിമം റിഫ്രാക്ഷൻ പാറ്റേൺ. പൊസിഷൻ എന്താ ഫസ്റ്റ് മിനിമേൻ്റെ? y is equal to d λ/a. ഫസ്റ്റ് മിനിമേൻ്റെ ഫസ്റ്റ് ഡാർക്ക് ബാൻഡിൻ്റെ അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യും. ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റ് ഇവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സോഴ്സ് ലൈറ്റ് വന്നു വിചാരിക്കുക, ഇവിടെ വന്നിട്ട് ഇമേജ് പതിക്കുന്ന പറയുന്നത്, അതായത് ഇവിടെയാണ് സ്ക്രീന്. റൈറ്റ്? അപ്പോൾ ഇതാണ് ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ അപ്പർച്ചർ. സ്ട്രേറ്റ് അവേ തന്നിട്ടില്ല, മനസ്സിലാക്കി എടുക്കണം എന്നുള്ളൂ. റൈറ്റ്? 98th ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു എ സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് എ ഫസ്റ്റ് മിനിമം ഇസ് ഒബ്സർവ്ഡ് അറ്റ് ആംഗിൾ 30 degree. ബാംഗ്ലൂർ വിഡ്ത്ത് തന്നുണ്ട് പോട്ടെ. Wavelength, when light of wavelength 5000 Armstrong is incident on the slit, the first secondary
maximum, first secondary maximum is observed at an angle of അത്രയുള്ള ചോദ്യം അത്രയുള്ള ഒന്ന് വിചാരിക്കണം. ഇപ്പോൾ പ്രാവശ്യം ബ്രഷ് ഇത്തിരി വല്ലാണ്ട് തിക്കായി എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറയണത് നമ്മളോട് പറയണത് 3/2 ലാംഡ ആവുന്ന സമയത്താണ്. റൈറ്റ്. ഫസ്റ്റ് മാക്സിമം എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രൈറ്റ് ആണ് മക്കളെ. റൈറ്റ്. മാക്സിമം എന്നല്ലേ പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവണ്ട? റൈറ്റ്. സോ നമ്മുടെ നേരെ ഓപ്പോസിറ്റാന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാകും. നമ്മുടെ ഈ എന്താണ് വാട്ട് ഐ ടോൾഡ് അബൌട്ട് അവർ എന്താണ് നമ്മുടെ ചൂടാ ഇൻ്റർഫറൻസിന് നേരെ ഓപ്പോസിറ്റാണ്. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് അല്ലേ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ എന്ത് ബ്രൈറ്റ് ഫോം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അതിനെ പ്രൈമറി എന്നും പറയും കേട്ടോ, അറിഞ്ഞില്ലെങ്കിൽ. അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം വേറെ പേരാണ് കേട്ടോ. റൈറ്റ്. സോ ഡിഫ്രാക്ഷനിൽ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്, നോട്ട് ദ സെൻട്രൽ വൺ, റൈറ്റ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡിന് എന്താ പറയുക? റൈറ്റ്. ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് സെക്കൻഡറി മാക്സിമം. അറിഞ്ഞിരിക്കുക കേട്ടോ. സോ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ് ഇൻ ദ കേസ് ഓഫ് ഡിഫ്രാക്ഷൻ. അറിഞ്ഞിരിക്കുക. റൈറ്റ്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? റൈറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിനിമത്തിൻ്റെ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം റേസ് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. എ സൈൻ തീറ്റ എന്തായിരിക്കണം? ലാംഡ ആയിരിക്കണം ഡിഫ്രാക്ഷനിലേ. അപ്പോൾ ഇവിടെ തീറ്റ എത്രയാണ് തന്നിട്ടുണ്ട്? 30 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും? 1/2. അപ്പോൾ A/2 ആണ് ലാംഡ, അല്ലെങ്കിൽ A = 2 ലാംഡ എന്ന് കിട്ടി. അത് നമുക്ക് ആവശ്യമുണ്ട്, അത് എടുക്കട്ടെ ഇവിടെ. ക്ലിയർ ആയ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ 3/2 ലാംഡയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി പാത്ത് ഡിഫറൻസ് അതിനുള്ള ആംഗിളാണ് കിട്ടേണ്ടത് അല്ലേ. സോ ഐ വിൽ റൈറ്റ് ഹിയർ A sin theta dash, let's say that should be equal to path difference of 3/2 ലാംഡ. എന്നാലും നമുക്ക് സെക്കൻഡറി മാക്സിമം അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രൈറ്റ് കിട്ടുന്നുള്ളൂ. സോ എന് പകരം ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് 2 ലാംഡ sin theta dash is equal to 3/2 ലാംഡ അല്ലേ. ലാംഡ കട്ട് ചെയ്തു 3/4 എന്ന് വരെ സൈൻ തീറ്റ, അല്ലെങ്കിൽ തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/4. കേട്ടോ, എനിക്ക് ആ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം നേരം ഞാൻ പിടിച്ചത് എൻ്റെ അമ്മച്ചി. ക്ലിയർ ആയ? അപ്പോൾ അയ്യോ എടുക്കുന്നുണ്ട് ഇഷ്ടം. നമ്മുടെ പോളറൈസിങ് ആംഗിൾ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. ലെറ്റ്സ് ഡു ദ 150th ക്വസ്റ്റ്യൻസ്. കേട്ടോ, ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇടയ്ക്ക് ഞാൻ സെൻറ്റൻസ് പറഞ്ഞ് ഓർമ്മ ഉണ്ടാ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മളോട് പറയേണ്ടത് സെർട്ടൻ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോളറൈസിങ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? അതാണ് പ്രശ്നം വരിക അല്ലേ. അപ്പോൾ നോക്കി, ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട് C വെച്ചോടാ. C ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5. സന്തോഷം. അങ്ങനെയാണെങ്കിൽ സൈൻ C എന്താണ് വരിക? 3/5 അല്ലേ. What is the relationship between sin C and refractive index? N is equal to 1/sin C. If it is obviously എയറുടെ കേസ് ആയിരിക്കും അല്ലേ. അപ്പോൾ N is equal to എന്തെന്ന് വരും? 5/3. കണ്ട, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വരുന്നത് കണ്ട എന്തുകൊണ്ടാണ്? N is equal to tan IP ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ Nയുടെ പകരം 5/3 എഴുതിക്കോ. സോ ഇസ് ഈക്വൽ ടു tan IP. അപ്പോൾ IP എന്താണ്? IP is tan ഇൻവേഴ്സ് 5/3. കിട്ടിയാ? എളുപ്പമല്ലേ. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാനുള്ള വരുന്നുണ്ട്. നോക്കട്ടെ. 52ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യോ പോയി വയ്യ. രണ്ടാമത് വായിക്കാതിരിക്കണം. നമുക്ക് 151ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Angle of incidence on a material is 60 degree. Right. Reflected light is completely polarized. അപ്പോൾ എന്താ? IP നമുക്ക് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദി റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് കണ്ടാ ഡയറക്റ്റ് ക്വസ്റ്റൻ അവിടെ നിന്നില്ല കേട്ടോ. അപ്പോൾ മ്യൂ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ മീഡിയം ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം.
അല്ലേ? പ്രൂസ്റ്റേഴ്സ് ലോ എന്താ പറയണേ? ഈ മ്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗിവൺ ആസ് ടാൻ ഐ പി അല്ലേ? അപ്പോൾ ടാൻ ഐ പിൻ്റെ അവിടെ 60 ഇട്ട് കൊടുത്തേ, ടാൻ 60° ആണോ? ആണ്. അപ്പോൾ ടാൻ 60° എത്രയാണ്? √3 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ മ്യൂവിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ √3 = വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്തിൻ്റെ എയർ എത്രയാണ്? 3 × 10⁸ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലിയർ? റൈറ്റ്. സോ യു വിൽ ഗെറ്റ് V = ഇത് √3 അല്ലേ? അപ്പോൾ √3 × 10⁸ m/s എന്ന് കിട്ടും. ക്ലിയർ ആയാം? റൈറ്റ്. സിമ്പിൾ അല്ലേടോ? റൈറ്റ്. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ വാട്ട് വിൽ ഡു ഈസ്, ഇഫ് യു ഗൈസ് ആസ്ക് മീ ഓർ ഇഫ് പോസിബിൾ ഐ വിൽ സെൻഡ് യു ദ എൻറ്റയർ ക്വസ്റ്റ്യനാറിൻ്റെ ബുക്ക് അല്ലെങ്കിൽ ഈ ബുക്ക്ലെറ്റ്, അതായത് ഈ PDF ഫയൽ അങ്ങനെ തന്നെ അയച്ചുതരാം. അപ്പോൾ ട്രൈ ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അല്ല, നിങ്ങൾക്ക് തന്നെ തനിയെ ചെയ്യാനൊക്കെ പറ്റും, അത്ര ടഫൊന്നുമല്ല. ക്ലിയർ ആയല്ലോ?